ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു അഡോബ് പ്രീമിയറിൽ ഒരു വീഡിയോയിൽ കൗണ്ട് ഡൗൺ ആഡ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ സെക്കൻഡ് ഇങ്ങനെ നീങ്ങി പോണ പോലെ, അതായത് 0, 1, 2, 3, 4 അങ്ങനെ കൗണ്ട് ഡൗൺ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഞാനിവിടെ മൊബൈൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വെർട്ടിക്കൽ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അഡോബിലേക്ക് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ പ്രൊജക്ടിന്റെ ഏരിയയിൽ ഈ ഒരു ഏരിയയിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ ഐറ്റം എന്നുള്ള ഓപ്ഷൻ കാണാം. ആ ഒരു ന്യൂ ഐറ്റത്തിൽ ബ്ലാക്ക് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് നിൽക്കുക. അപ്പോൾ ഒരു വീഡിയോയുടെ നമ്മളുടെ ഇപ്പോഴത്തെ വീഡിയോയുടെ ഫ്രെയിമിനും ഹൈറ്റിനും എടുത്തൊരു വീഡിയോ ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കും. കാണാം എടുത്ത് ഹൈറ്റ് ടൈം ബേസ്. അപ്പോൾ ഇത് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരിക്കും. ഈ വീഡിയോ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക. അതിനുശേഷം അതിന്റെ ലെങ്ത് കൂട്ടണമെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് ഈ ഒരു തെറ്റം വരെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ അവിടെ നിൽക്കുക. അതിനുശേഷം ഒരു കണ്ട ഈ ഒരു ഏര കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കൗണ്ട് ഡൗൺ ആഡ് ചെയ്യണം. അതിനായിട്ട് എഫക്ട് വണ്ടിലുള്ള ഓപ്ഷൻ കാണാം. കണ്ടോ എഫക്ട് വണ്ടിലുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടൈം കോഡ് വണ്ടിട്ടുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ടൈം കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ടൈം കോഡ് വണ്ടിട്ടുള്ള ഓപ്ഷൻ. ഈ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ഈ ബ്ലാക്ക് വീഡിയോ വണ്ടിട്ടുള്ള ഓപ്ഷനിൽ അതിലേക്ക് ജസ്റ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്തപ്പോൾ ഇവിടെ കൗണ്ട് ഡൗൺ വന്ന് കാണാം. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൗണ്ട് ഡൗൺ പോകുന്നത് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ വീഡിയോ ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫക്ട് കൺട്രോൾ വന്നിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റിംഗിൽ തന്നെ എഡിറ്റിംഗ് എടുക്കുക. അതിൽ ഈ ബ്ലാക്ക് വീഡിയോ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ എഫക്ട് കൺട്രോൾ വന്നിട്ടുള്ള ഓപ്ഷൻ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എഫക്ട് കൺട്രോൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ കണ്ടാം ടൈം കോഡ് വന്നിട്ടുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ ബ്ലെൻഡ് മോഡ് വന്നിട്ടുള്ള ഓപ്ഷൻ കാണാം. ഈ ബ്ലെൻഡ് മോഡിന്റെ ഈ ഒരു ഓപ്ഷൻ കണ്ടാം. ബ്ലെൻഡ് മോഡിന്റെ അവിടെ നോർമൽ എന്നാണ് കിട്ടുന്നത്. ആ നോർമൽ മാറ്റി ജസ്റ്റ് സ്ക്രീൻ വന്നിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് കൊടുക്കുക. സ്ക്രീൻ വന്നിട്ടുള്ള ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് നമ്മുടെ വീഡിയോയിലുള്ളത് മൊത്തം വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഇവിടെ കൗണ്ട് ഡൗണിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ 5.5 ആണ് ഇവിടെ ഉള്ളത്. ഞാൻ ഒരു 15% കൊടുത്തു. അതിനുശേഷം എൻ്റർ അടിച്ചു. ഇപ്പൊ കണ്ട കൗണ്ട് ഡൗൺ കുറച്ചുകൂടി കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോ എങ്ങനെയാണ് കൗണ്ട് ഡൗൺ ഇങ്ങനെയാണ് പോകുന്നത്. 24, 0, 1 ഇവിടെ 24 സിസ്റ്റത്തിലാണ് കാണുന്നത്. നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ടൈം കോഡ് സോഴ്സ് വന്നിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ടൈം കോഡ് സോഴ്സിൽ മീഡിയ വന്നിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. മീഡിയ വന്നിട്ടുള്ള ഓപ്ഷനിൽ ജനറേറ്റ് വന്നിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് വന്നിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട നമുക്ക് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. 0, 1, 2, 3, 4 നമുക്ക് ഈ ഇത് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരിക്കുക. നമുക്ക് പ്ലാങ്ക് സ്റ്റാർട്ട് ആവുന്നത് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യണമായിരിക്കാം. ഇവിടുന്ന് തുടങ്ങിയാൽ കണ്ട നമുക്ക് ഏതുവരെയാണോ വേണ്ടത് ആ ഫ്രെയിം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് കണ്ട ഈ ഒരു വീഡിയോയുടെ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ജസ്റ്റ് ഓൺ ആക്കി വെക്കുക. അതേപോലെ എൻഡിൽ എവിടെയാണോ വേണ്ടത് അവിടെ ഓൺ ആക്കി വെക്കുക. ഇതാണ് നമുക്ക് കൗണ്ട് ഡൗൺ ആഡ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ സ്ക്രീൻ കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലെൻഡ് മോഡിന്റെ അവിടെ നോർമൽ മാറ്റി സ്ക്രീൻ ഇട്ട് കൊടുക്കുക. നമ്മുടെ വീഡിയോ ബ്ലാക്കിൽ നിന്ന് സ്ക്രീൻ എന്താക്കുക കളറായിട്ട് ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു പോർഷൻ നമുക്ക് ഇവിടെ ടൈമിന്റെ പോർഷൻ മാറ്റണമെങ്കിൽ പൊസിഷൻ മാറ്റാം. അതായത് ഇവിടെ 360 ആണുള്ളത്. ഞാൻ 560 കൊടുത്തിരിക്കുക. അപ്പൊ കണ്ട അപ്പൊ കുറച്ച് ലെഫ്റ്റിലേക്ക് പോയി. അപ്പൊ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. 56 കൊടുത്തു, സോറി 560 കൊടുത്താൽ കുറച്ചുകൂടി റൈറ്റിലേക്ക് പോയി. ഞാൻ തുടക്കത്തിലുള്ള തന്നെ 360 കൊടുത്തു. ഇവിടെ 1000 ഒരു വാല്യൂ കൊടുത്തുള്ളത് 1000 മാറ്റിയിട്ട് 360 കൊടുത്തിരിക്കുക. അപ്പൊ ടോപ്പിലേക്ക് പോയി. അപ്പൊ ഞാൻ വീണ്ടും ഒരു 200 കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ടോപ്പിലേക്ക് പോയി. നമുക്ക് എവിടെയാണോ വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കുക. ഞാൻ 1300 കൊടുത്തു. പാറ്റേൺ ടോപ്പിക്ക് പോയി. അത്രയ്ക്കും വേണ്ട. അപ്പൊ 1000 കൊടുത്തു. കണ്ട അപ്പൊ ഈ ഒരു ലെവലിലേക്ക് എത്തി. അപ്പൊ നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യുക, സൈസും ചെയ്യുക, പിന്നെ ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് ആവശ്യാനുസരണം മാറ്റം വരുത്തും.